ഇങ്ങനത്തെ ഒരു നശിച്ച നാട്ടുകാര് ഇത് ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾ പറ. നോക്ക്, വീട്ടുകാർക്ക് ഒരു 5 പൈസയുടെ ഉപകാരം അവനെ കൊണ്ടില്ല. രാവിലെ തൊട്ട് ആ വണ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. വീണിട്ടുണ്ടെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെലവും കൂടി ആ വീട്ടുകാരെടുക്കേണ്ടി വരും. ഇതിനും ഭേദവൻ വീട്ടില് കുത്തിരിക്കേ. വീട്ടിലിരുന്നാല ചുമ്മാ ഇരിക്കുന്നു. അവന്റെ അച്ഛൻ അവനെ എത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാ, അതിങ്ങനെ ചുമ്മാ ഇരിക്കാനാണോ? ഈ സമയം അവന് വല്ല PSC പരീക്ഷയ്ക്ക് പഠിച്ചൂടെ? PSC പഠിച്ചാല. നോക്ക്, ആദ്യം ഡിഗ്രി എടുക്കാൻ വേണ്ടി കൊറേ പഠിച്ചു, ഇപ്പതേ PSCക്ക് വേണ്ടി കൊറേ പഠിക്കണു. ഇപ്പോഴത്തെ കാലത്ത് PSC പഠിച്ചിട്ട് ആർക്ക് ജോലി കിട്ടാനാ? ഇങ്ങനെ കഷ്ടപ്പെടുന്നേക്കാൾ നല്ലത് വല്ല പാടത്ത് പണിക്ക് പോവാ നല്ലത്. പാടത്ത് പണിക്ക് പോയാലേ? പാടത്ത് പണിയെടുക്കണം. ഇങ്ങനെ പാടത്ത് പണിയെടുക്കാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ചെക്കൻ ഇത്രയും പഠിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ചെക്കൻ കാരണം അവന്റെ അച്ഛന് നാട്ടുകാരെ മുന്നിൽ തല ഉയർത്തി നടക്കാൻ പറ്റില്ല. അയ്യോ പാവം, ചത്തു തൊലയണതാ. ചത്ത് തൊലഞ്ഞപ്പോളാ. നല്ലൊരു പയ്യനായിരുന്നു, ചെറുപ്രായത്തിൽ എന്നെ മരിച്ചു. നല്ലൊരു നിലയിലെത്തേണ്ടതായിരുന്നു. ഇതിന്ന് എന്ത് മനസ്സിലായി? നമ്മളൊന്ന് ചാവണം, ചത്താല നല്ല വാക്കുകൾ വരുള്ളൂ നാട്ടുകാർ വായേന്ന്. പിന്നെ ബാക്കി വീഡിയോ കാണാൻ ഇവിടെ നിൽക്കിയാൽ മതി.